സൊല്യൂഷന്റെ പുതിയ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ സെക്ഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് +1 നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കിൽ കൂടിയിട്ടാണ്. അതിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ പഠിക്കും. ഓക്കെ, അതുവരെയാണ് ഇന്നത്തെ ക്ലാസ് ഉണ്ടാവുക. നെക്സ്റ്റ് അപ്പൊ നമ്മുടെ ടോപ്പിക്കാണ് +1 നമ്മൾ പഠിച്ച ഇപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തുന്ന ആ ടേമാണ് വേപ്പർ പ്രഷർ. പറഞ്ഞാലോ? കുഴപ്പമില്ലല്ലോ. അപ്പൊ ഈ ടേം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ ഒരു ലിക്വിഡ് എടുക്കും. ഒരേ ഒരു ലിക്വിഡ്, ഓക്കെ, സൊല്യൂഷൻ അല്ല, ഒരേ ഒരു ലിക്വിഡ് എടുക്കും. ഇറ്റ് ഈസ് നോട്ട് എ സൊല്യൂഷൻ. അതിലേക്ക് നമ്മൾ എന്താ പറയാ, സൊല്യൂട്ട് ആയ ഒന്നിൽ കൂടുതൽ ലിക്വിഡ്സ് എടുത്തതല്ല, ഒറ്റ ഒരു ലിക്വിഡ്, ഒരേ ഒരു ലിക്വിഡ് മാത്രം. ഓക്കെ, ഇതാണ് ലിക്വിഡ്. ഓക്കെ, ഈ പാത്രം ഒന്ന് അടച്ചു വെക്കാം. നിങ്ങൾക്കറിയാം, ഈ ലിക്വിഡിന്റെ സർഫസിലെ മോളിക്യൂൾസിന് എപ്പോഴും എനർജറ്റിക് ആയിട്ടുള്ള മോളിക്യൂൾസ് ആയിരിക്കും സർഫസിലുള്ളത്. ഓക്കെ അല്ലേ? കാരണം എന്താ, സർഫസിലുള്ള മോളിക്യൂൾസിന് താഴോട്ട് മാത്രമേ അട്രാക്റ്റീവ് ഫോഴ്സ് ഉള്ളൂ. ഇഫക്റ്റീവ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് താഴോട്ട് മാത്രമേ ഉള്ളൂ, മുകളിലോട്ടില്ല. അതേസമയം ബൾക്കിലുള്ള മോളിക്യൂൾസിന് എല്ലാ ഭാഗത്തേക്കും അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ഓക്കെ, എല്ലാവരും പിടിച്ചു വലിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പിടിച്ചു വലിക്കുന്നുണ്ട്. അതേസമയം സർഫസിലുള്ള മോളിക്യൂൾസിന്റെ മുകളിൽ താഴോട്ടൊരു ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതില് എനർജറ്റിക് ആയിട്ടുള്ള മോളിക്യൂൾസ് അത് ആരാണ്? സർഫസിലുള്ള മോളിക്യൂൾസ് ആണ്. അപ്പൊ ഈ സർഫസിലുള്ള മോളിക്യൂൾസ് അതിന്റെ തെർമൽ എനർജി കാരണം മുകളിലോട്ട് എസ്കേപ്പ് ചെയ്യും, അല്ലെങ്കിൽ സറൗണ്ടിങ്സിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്തിട്ട് സർഫസിലുള്ള മോളിക്യൂൾസ് മുകളിലോട്ട് എസ്കേപ്പ് ചെയ്ത് പോകും. പാത്രം അടച്ചു വെച്ചത് കൊണ്ട് എസ്കേപ്പ് ചെയ്ത മോളിക്യൂൾസിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഈ ലിക്വിഡിന്റെ സർഫസിന്റെ മുകളിൽ ആ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഐ മീൻ ആ മോളിക്യൂൾസ് ലിക്വിഡിന്റെ സർഫസിന്റെ മുകളിൽ ഓക്യുപൈ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ ലിക്വിഡ് സ്റ്റേറ്റ് വിട്ടിട്ട് അട്രാക്റ്റീവ് ഫോഴ്സ് കുറവായത് കാരണം, അല്ലെങ്കിൽ എനർജി പുറത്തുനിന്ന് അബ്സോർബ് ചെയ്തിട്ട് ലിക്വിഡ് സർഫസിൽ നിന്ന് മുകളിലോട്ട് എസ്കേപ്പ് ചെയ്ത് പോകുന്ന ആ മോളിക്യൂൾസിനെ നമ്മൾ അന്ന് വിളിച്ച പേരാണ് വേപ്പേഴ്സ് അല്ലെ? അപ്പൊ ഇതെന്താണ്? ഇത് ഈ ലിക്വിഡിന്റെ വേപ്പർ. ഓക്കെ, ആക്ച്വലി ആ വേപ്പർ ഏത് സ്റ്റേറ്റിലാണ് ഉള്ളത്? അത് ഗ്യാസിയസ് സ്റ്റേറ്റിലാണ് ഉള്ളത്. അപ്പൊ ഇത് ഗ്യാസിയസ് സ്റ്റേറ്റിലുള്ള ലിക്വിഡിന്റെ വേപ്പറാണ്. കുഴപ്പമില്ലല്ലോ. അപ്പൊ എന്താ ഇവിടെ സംഭവിച്ചത്? ഐ മീൻ ഒരു ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് അവർ എന്ത് ചെയ്തു? ഗ്യാസിയസ് സ്റ്റേറ്റിലോട്ട് പോയി, മീൻസ് വേപ്പറായിട്ട് പോയി. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഇവോപ്പറേഷൻ. ഇവോപ്പറേഷൻ. അതിപ്പോ ഏത് ടെമ്പറേച്ചറിലാണെങ്കിലും ഈ പ്രോസസ് ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല, താഴ്ന്ന് ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഏത് ടെമ്പറേച്ചറിൽ വേണമെങ്കിലും ഈ പ്രോസസ് നടക്കും. Okay, you know, evaporation is a process which takes place at any temperature. അത് ലോ ടെമ്പറേച്ചർ ആണെങ്കിലും ഹൈ ടെമ്പറേച്ചർ ആണെങ്കിലും ഈ പ്രോസസ് നടക്കും. അങ്ങനെ ഈ വേപ്പേഴ്സ് ലിക്വിഡിന്റെ സർഫസിന്റെ മുകളിൽ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. വേപ്പർ എന്ന് പറഞ്ഞാൽ ഗ്യാസ് തന്നെയാണല്ലോ. ഗ്യാസിന്റെ പ്രത്യേകത എന്താണ്? ഗ്യാസ് മോളിക്യൂൾസ് ആർ ഓൾവേസ് റാൻഡം ആൻഡ് ഇറഗുലർ മോഷൻ ആണല്ലോ. അപ്പൊ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ട്രാവൽ ചെയ്യും. അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ മോളിക്യൂൾസ് എന്ത് ചെയ്യും? ലിക്വിഡിന്റെ സർഫസിൽ വന്നിട്ട് ഇരിക്കാനുള്ള പ്രോബബിലിറ്റി ഇല്ലേ? Kinetic theory of gas formula. During the random motion, gas molecules collide each other and with the wall of the container. ഇതാണ് ഈ ഗ്യാസ് മോളിക്യൂൾസ് എക്സിസ്റ്റ് ചെയ്യുന്ന സ്പേസ്. അതിന്റെ ഒരു വാൾ എന്ന് പറയുന്നത് ഈ ലിക്വിഡിന്റെ സർഫസ് അല്ലേ? അപ്പൊ എന്ത് സംഭവിക്കും? ഇവര് വന്നിട്ട് താഴോട്ട് ഇരിക്കുന്ന സമയത്ത് ഈ ലിക്വിഡിന്റെ സർഫസിലുള്ള മോളിക്യൂൾസ് ഉണ്ടല്ലോ, അവരെന്ത് ആ മോളിക്യൂൾസിനെ പിടിച്ച് താഴോട്ട് വലിക്കും. അതായത് വേപ്പർ സ്റ്റേറ്റിലുള്ള മോളിക്യൂൾസ് വീണ്ടും ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് റിട്ടേൺ ചെയ്യും.
അതായത് ഗ്യാസ് മോളിക്യൂൾ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് റിട്ടേൺ ചെയ്യും. അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? കണ്ടൻസേഷൻ. കണ്ടൻസേഷൻ. അപ്പോ ഈ പാത്രത്തിന്റെ ലിക്വിഡ് സർഫസിന്റെ മുകളിലായിട്ട് മുകളിലോട്ടുള്ള ഇവോപ്പറേഷൻ പ്രോസസ്സും താഴോട്ടുള്ള കണ്ടൻസേഷൻ പ്രോസസ്സും ഇങ്ങനെ നടക്കും. തുടക്കത്തിൽ ഇവോപ്പറേഷൻ കൂടുതലായിരിക്കും, കണ്ടൻസേഷൻ ഇല്ല. എന്തുകൊണ്ട്? തുടക്കത്തിൽ വേപ്പർ എത്തിയിട്ടില്ല. വേപ്പർ എത്തി കഴിഞ്ഞ ശേഷമാണ് എന്ത് നടന്നത്? കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ഇവോപ്പറേഷൻ കണ്ടൻസേഷൻ എന്നുള്ള റിവേഴ്സിബിൾ പ്രോസസ് ഇപ്പൊ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ കുറേ സമയം കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മുകളിലോട്ടുള്ള ഇവോപ്പറേഷന്റെ റേറ്റും താഴോട്ടുള്ള കണ്ടൻസേഷന്റെ റേറ്റും ഈക്വൽ ആവും. അപ്പൊ നമ്മൾ പറയും പ്രോസസ് ഈസ് ഇൻ എ ഫിസിക്കൽ ഇക്വിലിബ്രിയം. ആ പ്രോസസ് കണ്ടൻസേഷൻ ആൻഡ് ഇവോപ്പറേഷൻ പ്രോസസ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു. ഓക്കെ, എപ്പോഴാണ് അത് അറ്റൈൻ ചെയ്യുന്നത്? കണ്ടൻസേഷന്റെ റേറ്റും ഇവോപ്പറേഷന്റെ റേറ്റും ഈക്വൽ ആകുമ്പോൾ പ്രോസസ് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തും. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ്, അങ്ങനെ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കഴിഞ്ഞ ശേഷം ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞ ശേഷം ഈ വേപ്പർ മോളിക്യൂൾസ് നിരന്തരമായിട്ട് ലിക്വിഡിന്റെ സർഫസിലേക്ക് വന്നിട്ട് ഇടിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. ആരാണ് അപ്ലൈ ചെയ്യുന്നത്? വേപ്പർ. എവിടെയാണ്? ലിക്വിഡിന്റെ സർഫസിൽ. ഇങ്ങനെ വേപ്പർ ലിക്വിഡിന്റെ സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന ആ പ്രഷർ ഏത് സമയത്തുള്ളത്? എല്ലാ സമയത്തുള്ളതല്ല. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞ ശേഷം വേപ്പർ ലിക്വിഡിന്റെ സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന ആ പ്രഷറാണ് വേപ്പർ പ്രഷർ. So what is the vapor pressure? It is the pressure exerted by the vapor molecules on the liquid surface in equilibrium with the liquid. Okay അല്ലേ? അപ്പൊ വേപ്പർ പ്രഷർ ക്ലിയർ ആയി. അപ്പൊ അവിടെ ഓർമ്മ, ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ളതല്ല, ആ പ്രോസസ് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കഴിഞ്ഞ ശേഷമുള്ള പ്രഷറാണ് വേപ്പർ പ്രഷർ. ഓക്കെ, അപ്പൊ അത് ഓക്കെ. നെക്സ്റ്റ്, ഇനി ഇവിടെ നിങ്ങൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോട്ട് ചെയ്യണം. ഒന്ന്, നോട്ട് 1 ശ്രദ്ധിച്ചോ. ഞാൻ എടുത്തിട്ടുള്ളത് ഒരേ ഒരു ലിക്വിഡ് മാത്രമല്ലേ, ഞാൻ 2 ലിക്വിഡ്സ് എടുക്കും. അതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ ലിക്വിഡ് മോളിക്യൂൾസിന് ഇവോപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ചില ലിക്വിഡ്സ് വളരെ പെട്ടെന്ന് ഇവോപ്പറേറ്റ് ചെയ്യും, ചില ആൾക്കാരുടെ ഇവോപ്പറേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. ഓക്കെ, ഇപ്പൊ പെട്രോളും വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഏതാണ് വളരെ പെട്ടെന്ന് ഇവോപ്പറേറ്റ് ചെയ്യുന്നത്? ഷുവറായിട്ടും പെട്രോൾ ആണ്. വെള്ളത്തിനേക്കാളും രണ്ടും ഇവോപ്പറേറ്റ് ചെയ്യും, പക്ഷെ ഇവോപ്പറേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതൽ ആർക്കാണ്? പെട്രോളിനാണ്. അതേസമയം വെള്ളത്തിന് പെട്രോളിനേക്കാൾ കുറവാണ്. ഈ ഇവോപ്പറേറ്റ് ചെയ്ത് പോകാനുള്ള ഒരു ലിക്വിഡിന്റെ ടെൻഡൻസി, ആ പ്രവണതയെ നമ്മൾ പറഞ്ഞ പേരെന്താണ്? വോളറ്റിലിറ്റി. വോളറ്റിലിറ്റി അറിയില്ലേ? വോളറ്റിലിറ്റി, tendency of liquid molecules to escape from its surface. That means the tendency of liquid molecules to evaporate is called volatility. അപ്പോ ഇതിന് വോളറ്റിലിറ്റി കൂടിയ ലിക്വിഡ്സ് ആണെങ്കിൽ അവർ നമ്മൾ പറഞ്ഞ പേരെന്താണ്? വോളറ്റൈൽ ലിക്വിഡ്സ് അല്ലെ. അതേസമയം ടെൻഡൻസി ഇല്ലാത്തവരെ പറഞ്ഞ പേരെന്താണ്? നോൺ വോളറ്റൈൽ ലിക്വിഡ്സ്. ഓക്കെ, അപ്പൊ ആ ടേം ഒന്ന് ഓർമ്മ വേണം. ഇനി നമ്മൾ തിരിച്ചു വരാം. നമ്മൾ ഇനി ഒരു പാത്രത്തിൽ ലിക്വിഡ്, ഒരു ലിക്വിഡ് അല്ല 2 ലിക്വിഡ് എടുക്കുന്നു. ഒരു ലിക്വിഡ് അല്ല 2 ലിക്വിഡ് എടുക്കുന്നു. ലിക്വിഡ് എ ആൻഡ് ലിക്വിഡ് ബി. അളവ് എത്രയായിക്കോട്ടെ നമുക്ക് പറയില്ല. അതിൽ 2 ഈക്വൽ എമൗണ്ട് ആവാം, ഒന്ന് കൂടുതലാവാം, ഒന്ന് കുറവാവാം. 2 ലിക്വിഡ് എടുക്കുന്നു. ഓക്കെ, അപ്പൊ അതെന്തായി? സൊല്യൂഷനായി. എ എന്ന ലിക്വിഡിന്റെയും ബി എന്ന ലിക്വിഡിന്റെയും ഒരു സൊല്യൂഷനാണ് ഇപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ എടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോ മാത്രമല്ല, ഇനി ഒരു പ്രത്യേകത കൂടി, ആ എയും ബിയും രണ്ടാളും വോളറ്റൈലാണ്. എ വോളറ്റൈലാണ്, ബി വോളറ്റൈലാണ്. That means the molecules of A has tendency to evaporate, and as well as the molecules of B has a tendency to evaporate. രണ്ട് പേർക്കും എയുടെ മോളിക്യൂൾസിനും ബിയുടെ മോളിക്യൂൾസിനും ഇവാപറേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. Okay, so this is a solution containing 2
volatile liquid cell. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാല് എയുടെ മോളിക്യൂൾസ് മുകളിലോട്ട് എസ്കേപ്പ് ചെയ്യും, ബിയുടെ മോളിക്യൂൾസ് മുകളിലോട്ട് എസ്കേപ്പ് ചെയ്യും. അപ്പൊ മുകളിൽ എയുടെ വേപ്പർ ഉണ്ടാവും, ബിയുടെ വേപ്പർ ഉണ്ടാവും. Okay, so the total vapor consisting of the vapors of A and vapors of B. Okay, അങ്ങനെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ ഇക്വിലിബ്രിയം ഉണ്ടല്ലോ അത് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ വേപ്പർ പ്രഷർ എന്താ? എയുടെ വേപ്പർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിന്റെയും ബി വേപ്പേഴ്സ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിന്റെയും സമ്മായിരിക്കില്ലേ? നേരത്തെ ഇവിടെ ഒരു ടൈപ്പിലുള്ള വേപ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പിലുള്ള വേപ്പർ ഉണ്ട്, എയുടെ വേപ്പറും ബിയുടെ വേപ്പറും. അപ്പൊ ആ സൊല്യൂഷന്റെ നേരത്തെ നമ്മൾ പറഞ്ഞ ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ എന്നാണ്, ഇവിടെ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ. സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എയുടെ വേപ്പർ പ്രഷറിന്റെയും ബിയുടെ വേപ്പർ പ്രഷറിന്റെയും സമ്മായിരിക്കില്ലേ? ആയിരിക്കില്ലേ? ഇനി നമ്മൾ പണ്ട് പഠിച്ചൊരു ടേമിലേക്ക് വരാം. രണ്ട് ഗ്യാസുകളുടെ ഒരു മിക്സ്ചർ എടുത്തു കഴിഞ്ഞാൽ ഓരോ ഗ്യാസിന്റെയും ഇൻഡിവിജ്വൽ ഗ്യാസിന്റെ പ്രഷറിന് പറയുന്ന പേരെന്താ? പാർഷ്യൽ പ്രഷർ. അത് വേപ്പർ പ്രഷർ ആണെങ്കിൽ പാർഷ്യൽ വേപ്പർ പ്രഷർ. അപ്പൊ എയുടെ വേപ്പർ പ്രഷറിന് എന്താ പറയണം? പാർഷ്യൽ പ്രഷർ ഓഫ് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ, പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ബി. ഇനി സൊല്യൂഷന്റെ ടോട്ടൽ വേപ്പർ പ്രഷർ ആണെങ്കിൽ total vapor pressure of the solution is equal to the sum of the partial vapor pressure of A and the partial vapor pressure of B. Clear ആണോ? നമ്മൾ ആദ്യം വേപ്പർ പ്രഷർ പറയാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു സിംഗിൾ ലിക്വിഡ് എടുത്തു. അപ്പൊ ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ മതി, കാരണം മുകളിൽ ഒരു സിംഗിൾ ആ ലിക്വിഡിന്റെ മോളിക്യൂൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയം ഒരു സൊല്യൂഷൻ എടുത്തു, ആ സൊല്യൂഷൻ ബൈനറി സൊല്യൂഷൻ ആണ്, രണ്ട് കമ്പോണന്റ് ആണ് ഉള്ളത്. കൂടുതലായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതിലെ കമ്പോണന്റ് എല്ലാം വോളറ്റൈലാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വേപ്പറിൽ എന്തുണ്ടാവും? എല്ലാത്തിന്റെ കമ്പോണന്റ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിന്റെ കമ്പോണന്റ് ഉണ്ടാവും. ഞാൻ രണ്ടെണ്ണമാണ് എടുത്തത്, എയും ബിയും. അപ്പൊ മുകളിൽ എയുടെ വേപ്പറും ഉണ്ടാവും, ബിയുടെ വേപ്പറും ഉണ്ടാവും. രണ്ടുപേരും താഴോട്ട് പ്രഷർ എക്സെർട്ട് ചെയ്യും. അപ്പൊ സൊല്യൂഷന്റെ ടോട്ടൽ വേപ്പർ പ്രഷർ അതെന്തിന് ഈക്വൽ ആണെന്നാ പറഞ്ഞത്? ഓരോ കമ്പോണന്റിന്റെയും പാർഷ്യൽ വേപ്പർ പ്രഷേഴ്സിന്റെ സമ്മായിരിക്കും. വളരെ സിമ്പിൾ. ഓക്കെ, വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു the vapor pressure of partial vapor pressure of A and partial vapor pressure of B. ഇതല്ലേ പണ്ട് പഠിച്ച ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. അതിന്റെ വേറൊന്നുമില്ല. ഓക്കെ, ഈ നോട്ട് ഇട്ടു. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് ഇട്ടു പറയട്ടോ പിള്ളേരെ. എന്തിനറിയാവൂടാ, ഞാൻ ഒരു ലിക്വിഡ് എടുത്തു, സൊല്യൂഷൻ അല്ലാതെ ഞാനൊരു ലിക്വിഡ് എടുത്തു. ആ ലിക്വിഡ് വോളറ്റൈലാണ്. ഞാനൊരു ലിക്വിഡ് എടുത്തു, ആ ലിക്വിഡ് വോളറ്റൈലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒറ്റൊരു ലിക്വിഡ് മാത്രമേ ഉള്ളൂ. ആ ലിക്വിഡിന്റെ സർഫസിലുള്ള വേപ്പർ എന്തിന്റെ വേപ്പറാണ്? ആ താഴെയുള്ള ലിക്വിഡിന്റെ വേപ്പറാണ്. ഓക്കെ, ഞാൻ നേരത്തെ എടുത്ത പോലെ വേറൊന്നുമില്ല. ഇനി ഞാൻ അതിലേക്ക് രണ്ടാമതൊരു കമ്പോണന്റ് ആഡ് ചെയ്യുന്നു. അപ്പൊ അതെന്താ? സൊല്യൂഷൻ ആവല്ലോ. ആഡ് ചെയ്യുന്ന സാധനം എന്താ അറിയാമോ? നോൺ വോളറ്റൈൽ. ഇവോപ്പറേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഇല്ലാത്ത ഒരു സാധനത്തിനാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാനത് കുറച്ചളവിന് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. സോ അത് സൊല്യൂട്ടാണ്. അപ്പൊ ഇതെന്താ? സോൾവെന്റ്. ഞാൻ ആഡ് ചെയ്യുന്ന സാധനം സൊല്യൂട്ടാണ്, ഇത് സോൾവെന്റ്. സോൾവെന്റ് വോളറ്റൈലാണ്, സൊല്യൂട്ട് നോൺ വോളറ്റൈലാണ്. സോ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പൊ എന്താണ്? ഒരു ബൈനറി സൊല്യൂഷൻ ആണ്. That solution consisting of a volatile liquid, a volatile solvent and a non-volatile solute. Okay. ഇനി ഞാൻ അവിടെ ഇരുന്ന് നോക്കുമ്പോ അതിനുള്ള ആൻസർ ആണ് നിങ്ങൾ പറയുന്നത്. നോൺ വോളറ്റൈൽ സൊല്യൂട്ടും ഈ സോൾവെന്റും ചേർന്നപ്പോ സൊല്യൂഷൻ ആയില്ലേ? ആ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ
vapor pressure of the solution is always less than the vapor pressure of the pure solvent. എന്തുകൊണ്ട് ഇതെന്തേ ഞാൻ ആ സൊല്യൂട്ട് ആഡ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ പ്യുവർ ലിക്വിഡ് ഉണ്ടായിട്ടില്ലേ? ദാറ്റ് മീൻസ് പ്യുവർ സോൾവെന്റ്. സൊല്യൂട്ട് ആഡ് ചെയ്യപ്പെടാത്ത പ്യുവർ സോൾവെന്റ് എന്നല്ല, പ്യുവർ സോൾവെന്റ്, സൊല്യൂട്ട് ആഡ് ചെയ്യാത്ത പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ എത്രയാണോ അതിനേക്കാൾ കുറവായിരിക്കും അതിലേക്ക് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്താൽ കിട്ടുന്ന വേപ്പർ പ്രഷർ. സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറവായിരിക്കും, സോൾവെന്റിന്റെ കൂടുതലായിരിക്കും. എന്തുകൊണ്ട്? വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടി പറയാം, ക്വസ്റ്റ്യൻ എന്താണ്? വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ consisting of a non-volatile solute is always less than the vapor pressure of the pure solvent. Why? How will you explain this? നമുക്കൊന്ന് പറഞ്ഞാലോ? നമുക്കൊന്ന് പറയാം. എങ്ങനെ അറിയാമോ? ഇതാ നമ്മളെ പ്യുർ സോൾവെന്റ് എടുത്തിട്ടുള്ള പാത്രം, പ്യുർ സോൾവെന്റ് എടുത്തിട്ടുള്ള പാത്രം, പ്യുർ സോൾവെന്റ് ഞാൻ സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടില്ല. ആഡ് ചെയ്യുന്നതിന് മുമ്പ് അപ്പോ ഇവിടെ എല്ലാം ഇപ്പൊ ഞാൻ ഏത് വിളിക്കുന്നു? പ്യുർ സോൾവെന്റ് എ. അപ്പൊ ഈ സർഫസിൽ മുഴുവനും ഏടെ മോളിക്യൂൾസ് അല്ലേ ഉള്ളത്? അല്ലേ? അപ്പൊ എന്താവും? സർഫസിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകുന്നതല്ല ഏടെ മോളിക്യൂൾസ് ആണ് സർഫസിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇനി ഞാൻ ഇതിലേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ബി ആഡ് ചെയ്യും. അപ്പൊ എന്താവുന്നത്? ഈ ബിയുടെ കുറച്ച് മോളിക്യൂൾസ് സർഫസിൽ എക്സിസ്റ്റ് ഓക്യുപൈ ചെയ്യും. സർഫസിൽ ബിയുടെ മോളിക്യൂൾസ് ഓക്യുപൈ ചെയ്യും. ഈ ബിയുടെ മോളിക്യൂൾസിന് എന്തില്ല? എസ്കേപ്പ് ചെയ്യാനുള്ള, ഇവോപ്പറേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഇല്ല ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്ക്, സർഫസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന 7 മോളിക്യൂൾസിന്റെ എണ്ണം കുറഞ്ഞു. Rate of evaporation is related to the surface area. സർഫസ് ഏരിയ കൂടുതലാണെങ്കിൽ റേറ്റ് ഓഫ് ഇവാപറേഷൻ കൂടുതലാണ് അല്ലേ? ഇവിടെ ഇവാപറേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ആർക്കാ കൂടുതൽ? ഏക്കല്ലേ? പക്ഷെ എ എക്സിസ്റ്റ് ചെയ്യുന്ന, ഓക്യുപൈ ചെയ്യുന്ന സർഫസ് ഏരിയ നോക്കടോ. സർഫസ് ഏരിയ അവൈലബിൾ ഫോർ ഇവാപറേഷൻ ഓഫ് എ ഈസ് ലെസ്, കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വേപ്പർ സ്റ്റേറ്റിലോട്ട് എസ്കേപ്പ് ചെയ്ത് പോകുന്ന എയുടെ എണ്ണം കുറയും. വേപ്പർ സ്റ്റേറ്റിൽ എയുടെ എണ്ണം കുറയും. സ്വാഭാവികമായിട്ട് എയുടെ മോളിക്യൂൾസ് മാത്രമേ അവിടെ താഴോട്ട് പ്രഷർ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ആ അപ്ലൈ ചെയ്യുന്ന പ്രഷറിൽ ഡിക്രിമെന്റ് വരും. ശരിയല്ലേ? അപ്പൊ എന്തായി? വേപ്പർ പ്രഷർ കുറഞ്ഞു. നേരത്തെ എ മാത്രമായിരുന്നപ്പോൾ 100 സർഫസിൽ 100 എയുടെ മോളിക്യൂൾസ് ഉണ്ടായിരുന്നു വിചാരിക്കാം. ബി ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സർഫസിലുള്ള 100ന്റെ എണ്ണം കുറഞ്ഞു. ഓക്കെ, 100ന്റെ എണ്ണം കുറയുമ്പോൾ സംഭവിച്ചു മുകളിലേക്ക് എത്തുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു. 100 90 ആവാം, 80 ആവാം. അപ്പൊ താഴോട്ട് പ്രഷർ എക്സെർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞില്ലേ? സോ ടോട്ടൽ വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്തു. ഓക്കെ അല്ലേ? സോ ദിസ് ക്യാൻ എക്സ്പ്ലെയിൻ ഓൺ ദി ബേസിസ് ഓഫ് സർഫസ് ഏരിയ അവൈലബിൾ ഫോർ ദി ഇവാപറേഷൻ. ഓക്കെ, സോ വേപ്പർ പ്രഷർ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇനി നമ്മൾ ആ വേപ്പർ പ്രഷറിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ലോ ഉണ്ടല്ലോ, ആ ലോയിലേക്ക് വരാം. ആ ലോയുടെ പേരാണ് നമ്മൾ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൊല്യൂഷനിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ലോ ആണ് റൗൾസ് ലോ. ഹെൻറീസ് ലോ പഠിച്ചതിന് ശേഷം ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ ആണ് റൗൾസ് ലോ. പറയട്ടെയോ? ഈ റൗൾസ് ലോ രണ്ട് ലോയിൽ പഠിക്കണം. ആദ്യം റൗൾസ് ലോ ഫോർ എ സൊല്യൂഷൻ. അത് ഏതെന്നറിയാം? നമ്മൾ നേരത്തെ വേപ്പർ പ്രഷർ വരുമ്പോൾ 2 നോട്ട് പഠിച്ചില്ലേ? ആദ്യത്തെ നോട്ടിൽ എന്താ പറഞ്ഞത്? സൊല്യൂഷൻ കൺസിസ്റ്റിംഗ് ഓഫ് 2 വോളറ്റൈൽ ലിക്വിഡ്സ്. രണ്ടാമത്തെ എന്താണ്? സൊല്യൂഷൻ കൺസിസ്റ്റിംഗ് ഓഫ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആൻഡ് വോളറ്റൈൽ സോൾവെന്റ്. ഈ 2 കേസുകൾക്കും ഓരോ റൗൾസ് ലോ ആണ്. അപ്പൊ ഫസ്റ്റ് റൗൾസ് ലോ ഫോർ എ സൊല്യൂഷൻ.
for a solution containing two volatile liquid say രണ്ട് volatile liquids രണ്ട് കമ്പോണന്റ് ഉണ്ട് ബൈനറി സൊല്യൂഷൻ ആണ്. For a solution means for a binary എന്താ എത്ര ആവാതെ ഞാൻ രണ്ടെണ്ണം കാണുന്നത് ഒരു എളുപ്പത്തിന് വേണ്ടി എത്ര ആവാം എല്ലാവരും വളർത്തിലാണ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ പറയുന്നത് ബൈനറി സൊല്യൂഷൻ ആണ്. ആ ബൈനറി സൊല്യൂഷനിലുള്ള രണ്ട് ലിക്വിഡ്സും വളർത്തില്ല. അവർക്കുള്ള റൗൾസ് എന്നാണ് നമുക്ക് നോക്കാം. കേൾക്കണേ. അപ്പൊ നേരത്തെ പറഞ്ഞ ജസ്റ്റ് പറഞ്ഞിരിക്കുന്നു ഇതാ നമ്മുടെ സൊല്യൂഷൻ. ആ സൊല്യൂഷനിൽ വളരെ നോക്കണവരെ ഇതാ നമ്മുടെ സൊല്യൂഷൻ. ആ സൊല്യൂഷനിൽ രണ്ട് കമ്പോണന്റ് ഉണ്ട്, എ ബി. ഒരാള് സൊല്യൂട്ട് ആണ്, ഒരാള് സോൾവെന്റ്. ഒരാള് സൊല്യൂട്ട് ആണ്, ഒരാള് സോൾവെന്റ്. ആരാണെന്ന് നമുക്ക് പിന്നെ പറയുന്നത്. എയും ഉണ്ട് ബിയും ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ സർഫസിന്റെ മുകളിലുള്ള വേപ്പറിൽ എയുടെ വേപ്പറും ഉണ്ടാകും, ബിയുടെ വേപ്പറും ഉണ്ടാകും. എയുടെ വേപ്പർ എക്സിറ്റ് ചെയ്യുന്ന പ്രഷറിന്റെ പേരെന്താ? പാർഷ്യൽ പ്രഷർ ഓഫ് എ. നമ്മൾ അങ്ങനെ ഡിനോട്ട് ചെയ്യും PA. പാർഷ്യൽ പ്രഷർ ഓഫ് എ ഈസ് PA. ഇനി ബിയുടെ മോളിക്യൂൾസ് താഴോട്ട് ഒരു പ്രഷർ എക്സിറ്റ് ചെയ്യൂലേ, അതിനെ നമ്മൾ എന്താ പറയും? പാർഷ്യൽ പ്രഷർ ഓഫ് ബി. പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ബി. എയുടെ മോളിക്യൂൾസ് എക്സിറ്റ് ചെയ്യുന്നത് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഇ. ബിയുടെ മോളിക്യൂൾസ് എക്സിറ്റ് ചെയ്യുന്ന വേപ്പർ പ്രഷർ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ബി. ആണല്ലോ. അപ്പൊ PA PB എന്നാണ് മനസ്സിലായത്. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിൽ ഏതാണ് കൂടുതൽ? രണ്ടും കൂട്ടിയതാണ് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ. നമ്മൾ നേരത്തെ പറഞ്ഞു. തൽക്കാലം അത് അവിടെ വരും, നമുക്ക് അതിപ്പോ വേണ്ട. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, PE ആണോ കൂടുതൽ, PB ആണോ കൂടുതൽ? സംശയം എന്ത്? ആരാണോ താഴെ കൂടുതലുള്ളത്, സൊല്യൂഷനിൽ ആരാണോ കൂടുതലുള്ളത് അയാള് വേപ്പറിൽ കൂടുതലായിരിക്കും. സൊല്യൂഷനിൽ ആരാണോ കുറവുള്ളത് അയാള് വേപ്പറിൽ കുറവായിരിക്കും. ഇപ്പൊ സൊല്യൂഷനിൽ എ ആണ് കൂടുതലെങ്കിൽ തീർച്ചയായിട്ടും മുകളിലേക്ക് എത്തുന്ന മോളിക്യൂൾസ് എയുടെ മോളിക്യൂൾസ് കൂടുതലായിരിക്കും, ബിയുടെ മോളിക്യൂൾസ് കുറവായിരിക്കും. സ്വാഭാവികമായിട്ടും PA PBയേക്കാളും കൂടും. ഇനി ബി ആണ് കൂടുതലെങ്കിലോ പറയൂടോ, ബി ആണ് കൂടുതലെങ്കിലോ PB കൂടുതലായിരിക്കും, BA കുറവായിരിക്കും അല്ലെ? എന്ന് പറഞ്ഞാൽ എയും ബിയും ചേർന്ന ഒരു സൊല്യൂഷൻ ആയില്ലേ, ആ സൊല്യൂഷനിൽ ആരുടെ കോൺസെൻട്രേഷൻ ആണോ കൂടുതൽ അയാളുടെ അളവ് വേപ്പർ പ്രഷർ വേപ്പർ സ്റ്റേറ്റിന് കൂടുതലായിരിക്കും. അപ്പോൾ അതിന്റെ പ്രഷർ കൂടും. അപ്പൊ കോൺസെൻട്രേഷൻ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം ഉണ്ടായിരുന്നു, മോൾ ഫ്രാക്ഷൻ. അപ്പൊ നമുക്ക് എന്താ പറയാൻ അറിയാവോ? സൊല്യൂഷനിൽ ഏത് കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ ആണോ കൂടുതൽ അതിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും. സൊല്യൂഷനിൽ ഏത് കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ ആണോ കൂടുതൽ അയാളുടെ വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും, പാർഷ്യൽ വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ സൊല്യൂഷനിൽ മോൾ ഫ്രാക്ഷൻ കൂടുന്തോറും പാർഷ്യൽ വേപ്പർ പ്രഷർ കൂടിക്കൊണ്ട് വരും. സൊല്യൂഷനിൽ മോൾ ഫ്രാക്ഷൻ കുറയും തോറും പാർഷ്യൽ വേപ്പർ പ്രഷർ കുറഞ്ഞുകൊണ്ട് വരും. That means partial vapor pressure of each component is directly proportional to its mole fraction in the solution. ഒന്നുകൂടി എന്താണ്? Partial vapor pressure of each component. Partial vapor pressure of each component is directly proportional to the mole fraction of that component in the solution. Right? That means partial vapor pressure P ആണ്, mole fraction X ആണെങ്കിൽ P proportional to X. Okay. ഇപ്പൊ ഞാൻ എയും ബിയും തന്നെ എടുക്കുന്നു. എയും ബിയില് നോക്കണം, എയും ബിയിലും എ ആണ് കൂടുതൽ വിചാരിക്കാം, ബി കുറവാണ്. അതിന് എന്താ? എയുടെ മോൾ ഫ്രാക്ഷൻ കൂടുതലാണ്, ബിയുടെ മോൾ ഫ്രാക്ഷൻ കുറവാണ്. മീനിങ് എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് എ കൂടി ബി കുറഞ്ഞതല്ലേ, എ സോൾവെന്റ് ആണ്, ബി സൊല്യൂട്ട് ആണ്.
സ്വാഭാവികമായിട്ടും എയുടെ മോളിക്യൂൾസ് കൂടുതലായിരിക്കും മുകളിൽ. അപ്പൊ എയുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ കൂടും. വളരെ സിമ്പിൾ ആയിട്ട് വീണ്ടും കൂടി പറയട്ടെ, എ കൂടി എന്ന് പറഞ്ഞ എ സോൾവെന്റ് ആയി. സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും, സോൾവെന്റിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും, സൊല്യൂട്ടിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ കുറവായിരിക്കും. അങ്ങനെ നമ്മളിങ്ങനെ നീട്ടി വെച്ച് പറഞ്ഞേ ഉള്ളൂ. ഏത് കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ ആണോ കൂടുതൽ അതിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും. ഏത് കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ ആണോ കുറവ് അതിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ കുറവായിരിക്കും. അതിന് നമുക്കറിയാവുന്ന ചുരുങ്ങിയ ഭാഷയിൽ, ചെറിയ ഭാഷയിൽ എങ്ങനെ പറയാം, ചുരുക്കിയിട്ട് എങ്ങനെ പറയാം, സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ കുറവായതുകൊണ്ട് അതിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ കുറവായിരിക്കും. സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ കൂടുതലായതുകൊണ്ട് അതിന്റെ മോൾ ഫ്രാക്ഷൻ പാർഷ്യൽ വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ? ഇത് തന്നെയാണ് റൗൾസ് ലോ. അപ്പൊ റൗൾസ് ലോ പറഞ്ഞെന്നറിയാവോ? For a solution consisting of two binary, for a binary solution consisting of two volatile liquids, partial vapor pressure of each component is directly proportional to its mole fraction in the solution. Partial vapor for a solution containing two volatile liquids, partial vapor pressure of each component is directly proportional to its mole fraction in the solution. For a solution containing two volatile liquids, partial vapor pressure of each component is directly proportional to its mole fraction in the solution. Lower cello. ഇനി നമുക്ക് അതിന്റെ മാത്തമാറ്റിക്കൽ ഫോം നോക്കാം. പറയട്ടെ. Consider a solution which is consisting of components A and B. Okay. Suppose A is the solute, B is the solvent. A is the solvent, B is the solute. Okay. അപ്പൊ എന്തായിരിക്കും എയുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ PA, എന്താണ് ബിയുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ PB. എയുടെ മോൾ ഫ്രാക്ഷൻ XAയും ബിയുടെ മോൾ ഫ്രാക്ഷൻ XBയും ആണെന്ന് വിചാരിക്കാം. ഇനി റൗൾസ് ലോ എന്താ പറയുന്നത്? PA is proportional to XA. XA കൂടുന്തോറും PA കൂടിക്കൊണ്ട് വരും. എയുടെ അളവ് കൂടുന്തോറും PA കൂടിക്കൊണ്ട് വരും. ഓൾസോ PB is proportional to XB. സൊല്യൂഷനിൽ ബിയുടെ അളവ് കൂടുന്തോറും PB കൂടിക്കൊണ്ട് വരും. ബിയുടെ അളവ് കുറയുന്തോറും PB കുറഞ്ഞുകൊണ്ട് വരും. ഓക്കെ അല്ലേ? ഇനി PA ഈക്വൽ ടു നമ്മളൊരു കോൺസ്റ്റന്റ് വരില്ലേ, ആ കോൺസ്റ്റന്റ് ആണ് K. സോ K into XA. Then PB is equal to a constant K into XB. അപ്പൊ അവര് ഒരു പുതിയ കോൺസ്റ്റന്റ് കൊണ്ടുവന്ന കണ്ടോ, K എന്നുള്ളൊരു കോൺസ്റ്റന്റ്. അതൊരു കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ വാല്യൂ ഡിഫൈൻ ചെയ്യണം. എന്താണ് അതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയട്ടെ. എങ്ങനെ പറഞ്ഞു നോക്കോ, ഈ K എന്താണെന്ന് പറയാൻ ഇക്വേഷനിലേക്ക് നോക്കണം. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. അതിൽ ഇക്വേഷൻ നമ്പർ 1 XA 1 എന്ന് വിചാരിക്കാം. ഇമ്പോർട്ടന്റ് മനസ്സിലാക്കണേ. സപ്പോസ് ഈ XA is equal to 1, mole fraction of A is equal to 1. എന്താ മീനിങ് എന്ന് പറഞ്ഞേ? മോൾ ഫ്രാക്ഷന്റെ മാക്സിമം വാല്യൂ ആണ് 1. XA 1 എന്ന് പറഞ്ഞ എന്താണോ, അതിന് B ഇല്ല. ഒരു സൊല്യൂഷനിൽ രണ്ട് കമ്പോണന്റ് ഉണ്ടെങ്കിൽ A B ഉണ്ടെങ്കിൽ XA plus XB is equal to 1 എന്നാണ് നമ്മൾ മോൾ ഫ്രാക്ഷൻ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ട്. XA equal to 1 എന്ന് പറഞ്ഞാൽ XB 0 അല്ലേ? അതായത് നിങ്ങളുടെ കയ്യിലുള്ളത് A മാത്രമാണ് എന്ന് വിചാരിക്കാം. തീർച്ചയായിട്ടും XA is equal to 1 അല്ലേ? XA 1 ആയ PA എന്നാണ്. PA is equal to K. അപ്പൊ K എന്താണ്? K എന്ന് പറയുന്നത് എയുടെ വേപ്പർ പ്രഷറാണ്. K എന്ന് പറയുന്നത് എയുടെ വേപ്പർ പ്രഷറാണ്. എപ്പോൾ A മാത്രമുള്ളപ്പോൾ
എ മാത്രമുള്ളപ്പോൾ നമ്മൾ എന്ത് പറയണ്ട, പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയണ്ടല്ലോ. അപ്പൊ കെ എന്താണ്? എ മാത്രമുള്ളപ്പോൾ എന്താണോ അതിന്റെ വേപ്പർ പ്രഷർ അതാണ് കെ. നമ്മൾ അതിനെ P0 എന്ന് കാണും. എ മാത്രമുള്ളപ്പോൾ അതിന്റെ പേരെന്താ? പ്യുർ സോൾവെന്റ്. എ മാത്രമുള്ളപ്പോൾ സോൾവെന്റ് എന്ന് പറയണ്ടല്ലോ. സൊല്യൂട്ട് കൂടി ചേരുമ്പോഴല്ലേ അത് സോൾവെന്റ് ആകുന്നത്. സൊല്യൂട്ട് അടുത്ത് വരുമ്പോഴല്ലേ ലിക്വിഡ് സോൾവെന്റ് ആകുന്നത്. അപ്പൊ എ മാത്രമുള്ളപ്പോൾ നമ്മൾ അതിനെന്ത് പറയും? സൊല്യൂട്ട് ചേർക്കാത്ത സോൾവെന്റ്, വിച്ച് ഈസ് ദി പ്യുർ സോൾവെന്റ്. അപ്പൊ എ പ്യുർ സോൾവെന്റ് ആയിരിക്കുമ്പോൾ, മീനിങ് ബി ചേരാതിരിക്കുമ്പോൾ, ബി ചേരാത്ത എയുടെ വേപ്പർ പ്രഷർ ആണ് കെ, വിച്ച് ഈസ് P0A. അപ്പൊ ഈ ഇക്വേഷൻ എന്തായി? PA is equal to P0A into XA. അതായത് പി എയുടെ മാക്സിമം വാല്യൂ ആണ് P0A. പി എയുടെ മാക്സിമം വാല്യൂ ആണ് P0A. when XA equal to 1. ബി ചേർക്കുമെന്തായി? XA ഒന്നിനേക്കാൾ കുറയൂടോ. XA കുറയുമെന്തായി? P0A കുറയണ്ട, അല്ല PA കുറയും. XA കൂടിക്കൊണ്ട് വരുമ്പോ PA കൂടിക്കൊണ്ട് വരും. അങ്ങനെ XA ഒന്നാകുമ്പോൾ PA P0A ഈക്വൽ ആവും. അതായത് സൊല്യൂഷനിൽ പി ഇല്ലാത്ത അവസ്ഥയായി. ഇനി പി ചേർക്കുമെന്തായി? XA കുറഞ്ഞുകൊണ്ട് വരും. ഇത് കുറയില്ല, ഇല്ല, ഇത് അത് കോൺസ്റ്റന്റ് ആണ്. നമ്മളല്ലേ പറഞ്ഞു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിന്റെ വാല്യൂ ആണ്. ബി ചേർക്കുമ്പോൾ XA കുറയും. XA കുറയുമ്പോൾ PA കുറയും. ഓക്കെ, അപ്പോ ആ കോൺസ്റ്റന്റ് ഏതാണ്? P0A. P0യുടെ പേരെന്താണ്? വേപ്പർ പ്രഷർ ഓഫ് പ്യുർ സോൾവെന്റ് കെ. PA എന്താണ്? പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് കെ when B is present in the solution. Okay, then അതേപോലെ ഇങ്ങോട്ട് പേരെന്താവും? PB is equal to P0B into XB. അപ്പൊ P0B എന്താവും? എന്താണ്? PB യുടെ മാക്സിമം വാല്യൂ ആണ് P0B. ഓക്കെ, എന്താണ്? വേപ്പർ പ്രഷർ ഓഫ് പ്യുർ ബി. ബി മാത്രമുള്ളപ്പോൾ XB എത്ര? 1. എ ഇല്ല. എ ചേർക്കുമ്പോൾ XB ഒന്നിനേക്കാൾ കുറയും. XB ആണ് കുറയുന്നത്. XB കുറയുമ്പോൾ ഏത് കുറയും? PB കുറയും. ഏത് കുറയില്ല? ഇത് കുറയില്ല. അത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇനി ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്താണ്? നമ്മുടെ കയ്യിൽ സൊല്യൂഷൻ ആണത്. എയും ബിയും ചേർത്തുള്ള സൊല്യൂഷൻ ആണത്. ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്താണ്? ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ according to Dalton's law of vapor pressure. Dalton's law. Now the total vapor pressure is equal to sum of the partial vapor pressures of the components, PA plus PB. ഇത് സോൾവെന്റിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ, സൊല്യൂട്ടിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ, ആ രണ്ടെണ്ണത്തിന്റെ സമ്മട്ടാൽ എന്തായി? സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ. പാർഷ്യലല്ല, സൊല്യൂഷന്റെ വേപ്പർ പ്രഷറാണ്. ഓരോ കമ്പോണന്റിന്റെയും പാർഷ്യൽ വേപ്പർ പ്രഷറിന്റെ സമ്മാണ് സൊല്യൂഷന്റെ ടോട്ടൽ വേപ്പർ പ്രഷർ. P total is equal to P0A XA plus P0B XB. ഇതാണ് നമ്മുടെ റൗൾസ് ലോ ഫോർ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് ടു വോളറ്റൈൽ ലിക്വിഡ്സിന്റെ മാത്തമാറ്റിക്കൽ ഫോം. ഓക്കെ, നമ്മൾ ഇതെന്താണെന്ന് പറഞ്ഞെങ്കിൽ ആ ഇക്വേഷൻസിന് ഒരു ഗ്രാഫിന്റെ ഫോം എഴുതാം, വരക്കാം. ഇത് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് എന്റെ ഭാഗത്ത് ശ്രദ്ധിച്ച് ക്ലിയറായി നോക്കി. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ഗ്രാഫിക്കൽ ഫോം വരട്ടെ.
ഇവിടെ ഞാൻ y ആക്സിസിൽ വേപ്പർ പ്രഷർ x ആക്സിസിൽ ഞാൻ മോൾ ഫ്രാക്ഷൻ എടുക്കും. ഓക്കെ, x ആക്സിസിൽ മോൾ ഫ്രാക്ഷനും y ആക്സിസിൽ വേപ്പർ പ്രഷർ. ഗ്രാഫ് മക്കളെ ആദ്യം സോൾവെന്റിന് ഈ രണ്ട് ഇക്വേഷൻസിന് അല്ലെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻസിനെ ഗ്രാഫിലാണ്. ഈ രണ്ട് ഇക്വേഷൻസിനെ കാണും. എന്നിട്ട് ഫൈനലായിട്ട് ഈ ഇക്വേഷന്റെ ഗ്രാഫിൽ കാണും. അങ്ങനെ മൂന്ന് ഗ്രാഫുകൾ ഒന്നിച്ച് വരണം. ഓക്കെ, ഇതാ ഇതിന്റെ ഗ്രാഫ്, ഇതിന്റെ ഗ്രാഫ്, ഇതിന്റെ ഗ്രാഫ്. നിങ്ങൾ നോക്കി ഇതെന്താണ് ആക്ച്വലി y is equal to mx plus c അല്ലെ എന്ന് പറഞ്ഞാൽ ഇത് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആണ്. അപ്പൊ നമ്മൾ വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷൻ എടുത്തിട്ട് ഗ്രാഫ് വരച്ചാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ്. പാസിംഗ് ത്രൂ ദി ഒറിജിൻ ബിക്കോസ് c is equal to 0, ഇന്റർസെപ്റ്റ് 0 ആണ്, y ഇന്റർസെപ്റ്റ് 0 ആണ്. ഓക്കേ, ഇനി മോൾ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ പൊന്നുമക്കൾ അവിടെ സൊല്യൂട്ടും സോൾവെന്റും ഇല്ലേ? അപ്പൊ രണ്ടിന്റെയും മോൾ ഫ്രാക്ഷൻ കാണിക്കണ്ടേ? ഞാൻ സോൾവെന്റ് കാണിക്കാം. സപ്പോസ് സോൾവെന്റ് എ ആണ്, ഇവിടെ മോൾ ഫ്രാക്ഷൻ 0 ആണ്, ഇവിടെ സോൾവെന്റിന്റെ മോൾ ഫ്രാക്ഷൻ 0 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇങ്ങോട്ട് പോകുന്നതോറും സോൾവെന്റിന്റെ മോൾ ഫ്രാക്ഷൻ കൂടി വന്നിട്ട് അതിന്റെ മാക്സിമം വാല്യൂ എത്രയാവും? XA is equal to 1. ഓക്കെ, ഇനി ഇതിനെ ഞാൻ സൊല്യൂട്ടിന്റെ കാണിച്ചാൽ XA equal to 0. എവിടെയാണ് എയുടെ മോൾ ഫ്രാക്ഷൻ 0 ആവുന്നത് അവിടെ XB എന്താവും? 1 ആവും. സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും മോൾ ഫ്രാക്ഷൻ കൂട്ടിയാൽ 1 ആവും. അപ്പോ എയുടെ മിനിമം ആണ് സ്ഥലത്ത് ബിയുടെ മാക്സിമം ആണ്. അതേപോലെ ഇവിടെ എന്താണ്? XB equal to 0. അപ്പൊ ഇവിടെ ബി മാത്രം, ഇവിടെ എ മാത്രം, ഇവിടെ രണ്ടും ചേർന്നിട്ടുള്ള സൊല്യൂഷൻ. ഓക്കെ, ഇനി ഈ ഗ്രാഫ് കാണിക്കാം. ഇതിന്റെ ഗ്രാഫ് കാണിക്കാം. XA equal to 0. XA 0 എന്ന് പറഞ്ഞാൽ എ ഇല്ല എങ്കിൽ എയുടെ വേപ്പർ പ്രഷർ 0 ആണ്. ഓക്കെ, ഇനി അപ്പൊ XA 0 ആയാൽ PA യുടെ വാല്യൂ ഇവിടെയാണ്. ഇനി XA കൂടിക്കൊണ്ട് വന്നിട്ട് XA മാക്സിമം ആണ്, which is equal to 1. XA മാക്സിമം ആയ PA യുടെ വാല്യൂ എത്രയാ? P0A. ഓക്കെ, അപ്പൊ XA മാക്സിമം ആകുന്ന നോക്കണേ, XA 0 XA 0 ആകുമ്പോൾ PA 0 ആണ്. XA കൂടിക്കൊണ്ട് വരുന്നുണ്ടാവും, PA കൂടിക്കൊണ്ട് വരും. XA കൂടിക്കൊണ്ട് വരുമ്പോൾ PA കൂടിക്കൊണ്ട് വരും. അങ്ങനെ XA കൂടിക്കൊണ്ട് വന്നിട്ട് XA മാക്സിമം ആകുമ്പോൾ PA ഈക്വൽ ആകും, P0 ഈക്വൽ ആകും. സോ XA കൂടിക്കൊണ്ട് വരാണ്. XA കൂടിക്കൊണ്ട് വരുമ്പോൾ PA കൂടിക്കൊണ്ട് വരും. ഇതാണ് PA കൂടിക്കൊണ്ട് വരുന്നത്. PA കൂടിക്കൊണ്ട് വന്നിട്ട് എപ്പോഴാണോ XA is equal to 1 ആവുന്നത്, എപ്പോഴാണ് XA equal to 1 ആവുന്നത്, ഇതിന്റെ അപ്പുറത്തെ കൂടെ XA 1 ആകുമ്പോൾ PA ക്ക് മാക്സിമം വാല്യൂ വരും. ആ PA യുടെ മാക്സിമം വാല്യൂ ആണ് PA യുടെ മാക്സിമം വാല്യൂ ആണ് എന്ത്? P0A. XA 1 ആകുമ്പോൾ PA യുടെ മാക്സിമം വാല്യൂ. ഇതാണ് PA യുടെ വേരിയേഷൻ കാണിക്കുന്ന ഗ്രാഫ്. സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. ഓക്കെ, ഇനി നമുക്ക് എന്താക്കാം? ഇതിന്റെ കാണിക്കാം. ഇവിടെ XB 0 ആണ്, ഷുവർലി PB 0 ആണ്. ഇങ്ങോട്ടാണ് XB കൂടിക്കൊണ്ട് വരുന്നത്. XB കൂടിക്കൊണ്ട് വന്നിട്ട് XA കൂടിക്കൊണ്ട് വരുമ്പോൾ
എക്സ് ബി കൂടിക്കൊണ്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എക്സ് ബി കൂടിക്കൊണ്ട് വരുമ്പോൾ പി ബി കൂടിക്കൊണ്ട് വരും. സോ എക്സ് ബി കൂടിക്കൊണ്ട് വരുമ്പോൾ പി ബി കൂടിക്കൊണ്ട് വരും. അങ്ങനെ എക്സ് ബി കൂടിക്കൂടിയിട്ട് എപ്പോഴാണ് എക്സ് ബി ഒന്നിന് ഈക്വൽ ആകുന്നത് അപ്പോൾ പി ബിയുടെ വാല്യൂ എത്രയാവും? പി സീറോ ബി. അപ്പൊ നമുക്ക് കൂടിക്കൊണ്ട് വന്നു മാക്സിമം ആകുമ്പോൾ പി ബിയുടെ വാല്യൂ ആണ് പി സീറോ ബി. അതിന്റെ പി സീറോ എന്റെ താഴെയായി പോയത് കാരണം നമ്മൾ പറഞ്ഞു എ സൊല്യൂട്ടാണ്. അങ്ങനെയാണെങ്കിൽ മുകളില് സൊല്യൂഷന്റെ മുകളിൽ എപ്പോഴും ബി കുറവായിരിക്കുന്നു. ഏന്റെ അത്ര ബി ഉണ്ടാവില്ലല്ലോ. ബിയുടെ അളവ് കുറവാണോ? ബിയുടെ അളവ് കുറയുമ്പോൾ പേപ്പറിൽ ഉണ്ടാവും ബിയുടെ അളവ് കുറയും. സൊല്യൂഷന് ബി സൊല്യൂട്ട് ആകുമ്പോൾ തീർച്ചയായിട്ടും മുകളിൽ ഉണ്ടാവും അതിന്റെ അളവ് കുറയും. അപ്പൊ പി സീറോ എ എന്ന് പറയുന്നത് എപ്പോഴും പി സീറോ ബിനേക്കാൾ കൂടുതലായിരിക്കും. ഇനി ബി സോൾവെന്റ് ആകുന്ന തിരിച്ചിട്ട് രണ്ടും ഈക്വൽ ആണെങ്കിൽ നേരെ കൊടുക്കുക. രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇവിടെ നിൽക്കും. രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇങ്ങനെ ബി കുറവാണെങ്കിൽ ഇവിടെയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് പി ബിയുടെ വേരിയേഷൻ കാണിക്കുന്ന ഗ്രാഫ്. ഇനി നമുക്ക് എന്ത് കാണണം? ഇതാ പി ടോട്ടലിന്റെ ഗ്രാഫ് വരണം. പി ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താ? പി എ പ്ലസ് പി ബി. അങ്ങനെ വരയ്ക്ക് നോക്കാം. ഇവിടെ പി എ എത്രയാ? സീറോ. പി ബി എത്രയാ? പി സീറോ ബി അല്ലേ? അപ്പൊ പി എ സീറോ, പി സീറോ ബി മാക്സ്, പി ബി പി സീറോ ബി. പി എ സീറോ, പി ബി പി സീറോ ബി. അപ്പൊ ഇതിന്റെ കൂടെ ഈ ഹൈറ്റ് കൂട്ടണം. അപ്പൊ ഇതെന്നെ കിട്ടൂലേ? സീറോന്റെ കൂടെ ഇത് കുട്ടി തന്നെയല്ലേ? ഇനി അതേസമയം ഇവിടെയോ പി എ എത്രയാണ്? പി എ ഇത്രയാണ്. പി ബി എത്രയാണ്? ഇത്രയാണ് അല്ലെ? ഇപ്പൊ ഇത്രയാണ് പി ബി, ഇത്രയാണ് പി എ. ഇത് രണ്ടും കൂട്ടിയാൽ എത്രയാവും? ഇത്ര കിട്ടൂലെ? ഇതിന്റെ കൂടെ ഇത് കൂട്ടണം. അപ്പൊ ഇത്ര കിട്ടൂലെ? അപ്പൊ ഇവിടെയാണ് പി ടോട്ടൽ. അങ്ങനെ ഓരോ പോയിന്റും ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നാല് നമുക്ക് ഇങ്ങനെ കുറെ പോയിന്റുകൾ കിട്ടും. അപ്പൊ വീട്ടിൽ എത്തുന്നുണ്ടാവും ഇവിടെ പി സീറോ എ പ്ലസ് സീറോ, പി ബി സീറോ ആണ്. അപ്പൊ ഈ പോയിന്റ് അപ്പൊ ഇതെല്ലാം കൂട്ടി ഒതുക്കിച്ചാൽ എന്ത് കിട്ടും? ഇതാണ്. So this is the graph for P total. ക്ലിയർ ആണോ? സംശയമില്ലല്ലോ. ഓക്കെ. ഇനി നമുക്ക് റൗൾസ് ലോന്റെ രണ്ടാമത്തെ ഭാഗം പഠിച്ചാലോ? ആദ്യത്തെ ഭാഗം എന്താണ്? റൗൾസ് ലോ ഫോർ എ സൊല്യൂഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ടു വോളറ്റൈൽ ലിക്വിഡ്സ്. ഇനി നമുക്ക് അതിന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് അറിയാമോ? റൗൾസ് ലോ ഫോർ എ സൊല്യൂഷൻ, ഫോർ എ ബൈനറി സൊല്യൂഷൻ. റൗൾസ് ലോ ഫോർ എ ബൈനറി സൊല്യൂഷൻ. containing a non-volatile solute. അതായത് നമ്മുടെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ട് which consisting of a solvent A. That A is volatile solvent A and non-volatile solute B. Non-volatile solute A. ഇത് രണ്ടെണ്ണം ചേർത്തിട്ട് നമ്മൾ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി. ഇതാണ് ആ സൊല്യൂഷൻ. ഓക്കെ. എടാ ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ അതൊരു ലോ ഫോമിലാക്കി പറയുന്നല്ലോ. ഇതാ എ മാത്രമായിട്ടുണ്ടെന്ന് വിചാരിക്കാം. എ മാത്രമേ ഇനിയുള്ളൂ എങ്കിൽ മുകളിൽ ആര് മാത്രമേ ഉള്ളൂ? എയുടെ വേപ്പർ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിന്റെ വേപ്പർ പ്രഷറിന്റെ പേരെന്താ? P0A. വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ സോൾവെന്റ്, സൊല്യൂട്ട് ഇല്ലാത്ത സോൾവെന്റ്. ഇനി ഞാൻ ഇതിലേക്ക് ബി ആഡ് ചെയ്താലോ? ഇതിന്റെ വേപ്പർ പ്രഷർ എന്തായി?
PAI. മോളിൽ ആര് വരില്ല? ബി വരില്ല. എന്തുകൊണ്ട് ബി വരില്ല? ബി നോട്ട് വോളറ്റൈൽ. പക്ഷെ വേപ്പർ പ്രഷർ ഇതല്ല, ഇതെത്രയാ? ഇത് PCOA into XA ആണ്. PCOA XA കൊണ്ട് മൾട്ടിപ്ലൈ അപ്പോഴാണ് PA വരിക. ഓക്കെ, അതെന്തായിരിക്കും? ഇതിനേക്കാൾ കുറവായിരിക്കും. എന്ത്? XA എന്നുള്ളത് ഒന്നല്ലല്ലോ, ബി ചേരുമ്പോൾ XA എന്നുള്ളത് ഒന്നല്ലല്ലോ. ബി ചേരുമ്പോൾ XA ഒന്നിനേക്കാൾ കുറഞ്ഞില്ലല്ലോ. കുറഞ്ഞത് കൊണ്ട് PCOA മൾട്ടിപ്ലൈ എന്തായി? PCOA കുറഞ്ഞു. So PA is less than PCOA. നമ്മൾ നേരത്തെ പറഞ്ഞു, കാരണം പറഞ്ഞു എന്തേ? സർഫസിൽ കുറച്ച് ബിയുടെ മോളിക്യൂൾസ് വരും. അപ്പോൾ മുകളിലോട്ട് പോകുന്ന എയുടെ അളവ് കുറയും. അല്ല ഞാൻ പിന്നീട് പറയാം. അല്ല, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അത് നോക്കിച്ചെടുത്താൽ മതി. അപ്പൊ ഈ സൊല്യൂഷന്റെ കേസിൽ ഇപ്പൊ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ, വോളറ്റൈൽ എ ആൻഡ് നോൺ വോളറ്റൈൽ ബി. അപ്പൊ ഇതിന്റെ കേസിൽ ഈ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ നമുക്ക് അതിനെ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് വിളിക്കാം. ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ. ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ. Total vapor pressure of the solution is equal to എന്ത് മാത്രമാണ്? PA plus PB ഉണ്ടോ? ഇല്ല. എന്ത് മാത്രമേ ഉള്ളൂ? PA മാത്രം. PA എന്താ? വേപ്പർ പ്രഷർ ഓഫ് സോൾവെന്റ്. വേപ്പർ പ്രഷർ ഓഫ് സോൾവെന്റ് which is PA. എന്തല്ല ഇങ്ങനെ പറഞ്ഞൂടാ? വേപ്പർ പ്രഷർ ഓഫ് പ്യൂർ സോൾവെന്റ് എന്ന് പറഞ്ഞൂടാ. വേപ്പർ പ്രഷർ ഓഫ് പ്യൂർ സോൾവെന്റ് അല്ല, വേപ്പർ പ്രഷർ ഓഫ് സോൾവെന്റ്. ബി ചേർന്നപ്പോൾ എ സോൾവെന്റ്, ബി ഇല്ലാത്തപ്പോൾ എ പ്യൂർ സോൾവെന്റ്. ഓക്കെ, ബി ഉള്ളപ്പോൾ അപ്പോൾ ഇതിന്റെ വേപ്പർ പ്രഷർ എന്താ? സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്താ? PA. നേരത്തെ PA plus PB ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? PA. നേരത്തെ PA plus PB ആയി. ഇപ്പൊ PB ഇല്ല. PB എന്തായിരുന്നു? PB is equal to PCOB XB. അതിപ്പോ ഇല്ലാന്ന്. എന്തുകൊണ്ട്? PCOB 0 ആയതുകൊണ്ടാണ്, XB 0 ആയതുകൊണ്ടാണ്. ഇത് ഏത് 0 ആയതുകൊണ്ടാണ്? ഇത് 0 ആയതുകൊണ്ടാണ്. XB 0 അല്ല, സൊല്യൂഷനിൽ B ഉണ്ട്, അതുകൊണ്ട് മോൾ ഫ്രാക്ഷൻ 0 അല്ല. പിന്നെ എന്താ 0? PCOB 0 ആണ്. എന്തുകൊണ്ട്? PCOB എന്ന് വെച്ചാൽ എന്താണ്? ബി മാത്രമുള്ളപ്പോഴുള്ള വേപ്പർ പ്രഷർ അല്ലേ? ബി മാത്രമുള്ളപ്പോഴുള്ള വേപ്പർ പ്രഷർ 0 ആണ്. എന്തുകൊണ്ട്? ബി വോളറ്റൈൽ അല്ലടോ. നെക്സ്റ്റ്, അപ്പൊ ഇവിടെ എന്താണ്? ടോട്ടൽ വേപ്പർ പ്രഷർ P total is equal to PA itself. Okay, then this PA and PE is PCOA into XA. Okay, then what is XA plus XB? It is equal to what? ഇനി എന്താണ് ഇതിന്റെ XA? XA is equal to 1 minus XB. ഇത് ഇവിടെ കൊടുത്തേ. അപ്പൊ എന്തായി? P total എന്ന സൊല്യൂഷനിലാണ്. സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ is equal to PCOA into 1 minus XB, which is equal to PCOA minus PCOA XB. This is P total. ഇനി മക്കളെ ഇതിനെ ഇങ്ങോട്ട് എടുത്ത് അപ്പൊ എന്താക്കും? PCOA XB is equal to ഇതിനെ ഇങ്ങോട്ട് എടുത്ത് PCOA minus P total. Okay, from this XB എന്താണ്? XB is equal to PCOA minus P total by PCOA. എന്താണ് ഇതെന്താ? എ മാത്രമുള്ളപ്പോൾ അതിന്റെ പ്യുർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ. ഇനി അതിലേക്ക് ബി ചേർത്തപ്പോൾ വേപ്പർ പ്രഷർ കുറയുന്നു, സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറയുന്നു. അതാണ് എന്ത്? P total. സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എത്ര കുറഞ്ഞു?
നേരത്തെ കഴിഞ്ഞുണ്ടായി അതിൽ നിന്ന് കുറഞ്ഞു. എത്ര കുറഞ്ഞു? നേരത്തെ ഉള്ള വാല്യൂ ഇപ്പോൾ ഉള്ള വാല്യൂ, നേരത്തെ ഉള്ള വാല്യൂയിൽ നിന്ന് ഇപ്പോൾ ഉള്ള വാല്യൂ കുറച്ചാലും കിട്ടി. എത്ര കുറഞ്ഞു എന്ന് കിട്ടിയില്ലേ അല്ലെ? അപ്പൊ ഇതെന്താണ് ആക്ച്വലി വേപ്പർ പ്രഷറിലുണ്ടായ ഡിക്രിമെന്റ്. വേപ്പർ പ്രഷറിലുണ്ടായ ഡിക്രിമെന്റ് പ്യുവർ സോൾവെന്റിലേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ കുറയുമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അത് എത്രയാണ് കുറഞ്ഞത്? അതെങ്ങനെ കണ്ടുപിടിക്കും? പ്യുവർ സോൾവെന്റ് മാത്രം ഉണ്ടായപ്പോഴുള്ള വേപ്പർ പ്രഷർ മൈനസ് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ. അപ്പൊ കുറഞ്ഞത് എത്രയെന്ന് കിട്ടി. അപ്പൊ ഇതാണ്, ഇതിന്റെ പേരാണ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. എന്താണ്? ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഓക്കെ, ഇനി അതിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതായത് പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷറിനെ കമ്പയർ ചെയ്യുമ്പോൾ എത്രയാണ് ഡിക്രിമെന്റ്, ഈ ക്വാണ്ടിറ്റിയെ പറഞ്ഞ പേരാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. That means XV is equal to relative lowering of vapor pressure. എന്താണ് XV? XV എന്താണ്? നോൺ വോളറ്റൈൽ സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ. ഓക്കെ, അപ്പൊ നോൺ വോളറ്റൈൽ സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ എന്തിന് ഈക്വൽ ആണ്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിന് ഈക്വൽ ആണ്. ആൻഡ് ദിസ് ഈസ് Raoult's law for a binary solution containing non-volatile solute. എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം? For a binary solution containing a non-volatile solute, mole fraction of the non-volatile solute is equal to the relative lowering of vapor pressure. Clear? Okay.